Good morning. Let us begin today's session by the continuation of the last one. നേരത്തെ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തത് ടൈലറിൻ്റെ ഇതായിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തത് ടൈലറിൻ്റെ പീസ് റേറ്റ് സിസ്റ്റം ആയിരുന്നു. ടൈലറിൻ്റെ പീസ് റേറ്റ് സിസ്റ്റത്തിന് ഒരു ഡിസഡ്വാൻറ്റേജും നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ്സ് വെരി ഹാർഷ് എന്ന് പറഞ്ഞിരുന്നു. കാരണം അവിടെ രണ്ട് ലെവലേ ഉള്ളൂ, ഒന്നുകിൽ എബവ് ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടക്കണ ഒരാളുണ്ടാവും. ചിലപ്പോൾ ഒരു യൂണിറ്റ് കൊണ്ടൊക്കെ മിസ് ചെയ്ത് പോയ ഒരാൾ, തരോ അലർജിയാണ് എനിക്ക്, അതുകൊണ്ട് ഇടയിൽ ഇൻ ബിറ്റ്വീൻ യു വിൽ ഹാവ് ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ ക്ലാസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിൽ 3 ലെവൽ വയ്ക്കുകയാണ്. അതാണ് അതിൽ ആകെയുള്ള വ്യത്യാസം. അതേ ഉള്ളൂ. അതായത് പ്രോബ്ലം ചെയ്യണതിലൊന്നും ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ മറ്റത് നമ്മൾക്ക് എബവ് സ്റ്റാൻഡേർഡ് ബിലോ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. വേജസ് ആർ പെയ്ഡ് അറ്റ് ഓർഡിനറി പീസ് റേറ്റ് ടു ദോസ് വർക്കേഴ്സ് whose performance is less than 83% of the standard output. ഇപ്പോൾ ലെസ് ദാൻ 83% ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും ലെസ് ദാൻ 83% ആണെങ്കിൽ നോർമൽ റേറ്റ് ആണ് കൊടുക്കുന്നത്. റൈറ്റ്. ഇനി എങ്ങനെയാ വെച്ചാൽ 83യുടെയും 100ൻ്റെ എന്തുകൊണ്ടാണ് 83 എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ എന്തോ സയൻറ്റിഫിക് അനാലിസിസ് വെച്ചിട്ട് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. ഇനി 83യുടെയും 100ൻ്റെയും ഇടയിലാണ് പെർഫോമൻസ് വെച്ചാൽ പീസ് റേറ്റിൻ്റെ 110% കൊടുക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 83 ഇറ്റ് ഇസ് നോർമൽ റേറ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് ആണ്. 83യുടെയും 110ൻ്റെയും ഇടയിലാണെങ്കിൽ, 110ൻ്റെ അല്ല, 83യുടെയും 100ൻ്റെയും ഇടയിലാണെങ്കിൽ പീസ് റേറ്റിൻ്റെ 110%, സോ 10% അധികം കൊടുക്കുന്നുണ്ട്. ക്ലിയർ? ആൻഡ് ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 100% ആണെങ്കിൽ ഓർഡിനറി പീസ് റേറ്റിൻ്റെ 120%. ക്ലിയർ? അപ്പോൾ സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഇങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവർക്കും ഒരേപോലെയും കൊടുക്കുന്നുണ്ടാവുക സ്റ്റാൻഡേർഡായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ടൈലറിൻ്റെയിൽ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, മോർ എബവ് സ്റ്റാൻഡേർഡും ബിലോ സ്റ്റാൻഡേർഡും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ 83% എത്രയെന്ന് കാണും. പിന്നെ അതിൻ്റെ 100% എത്രയെന്ന് കാണും. പിന്നെ അതിൻ്റെ കാരണം 83യുടെയും 100ൻ്റെയും ഇടയിലാവുമ്പോൾ 120% ആ ഓർഡിനറി പീസ് റേറ്റിൻ്റെ 120% കൊടുക്കണം. ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 100%നേക്കാളും കൂടുതലാണെങ്കിൽ 120%, 83യുടെയും 100%ൻ്റെയും ഇടയിലാണെങ്കിൽ 110%, 83യുടെ താഴെയാണെങ്കിൽ ഓർഡിനറി റേറ്റ്. അപ്പം 3 സ്ലാബായിട്ടാണ്. 83% സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ ഫിക്സ് ചെയ്ത് 1000 ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വെച്ചാൽ അതിൻ്റെ 83% നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് ഓർഡിനറി പീസ് റേറ്റ് അല്ലേ. പിന്നെ 83യുടെയും 100%ൻ്റെയും ഇടയിലാണ് നമ്മളുടെ അച്ചീവ്മെൻറ്റ് വെച്ചാൽ യു വിൽ ബി ഗെറ്റിംഗ് 110 ഓഫ് ദ ഓർഡിനറി പീസ് റേറ്റ്. And if you produce more than 100% of the standard output, you will be getting 120% of the ഓർഡിനറി പീസ് റേറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് 3 ടയർ ആയിട്ടാണ് നമ്മളുടെ മാരിക്സിൻ്റെ മൾട്ടിപ്പിൾ സിസ്റ്റം 3 ടയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം 2 ടയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ പണിഷ്മെൻറ്റിൻ്റെ അളവിൽ ഇത്തിരി കുറവുണ്ട് 3 ആവുമ്പോൾ. കാരണം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടാൽ മതിയല്ലോ. മറ്റത് എങ്ങനെയറിയോ, ഒന്നുകിൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ റിവാർഡ്. ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഇപ്പോൾ ഒരു യൂണിറ്റ് കൊണ്ടൊക്കെ മിസ് ചെയ്ത് പോയാലോ. പക്ഷെ അതുകൊണ്ടാണ് 3 സ്ലാബ് ആക്കിയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ പ്രോബ്ലം ചെയ്യണേലുള്ളൂ. ലെറ്റ്സ് മൂവ് ടു ദ പ്രോബ്ലം ഡയറക്ട്ലി. റൈറ്റ്. Calculate the earnings of worker A, B and C under straight piece rate system and Merrick's multiple piece rate system from the following particulars. Same question ആണ് ഏകദേശം. Normal rate per hour 1.80, standard time per unit 1 minute. മിനിറ്റ് ആട്ടോ തന്നിരിക്കുന്നത്, നേരത്തെ സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിന് 1 യൂണിറ്റാണ് അല്ലേ. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം? 1 × 60 യൂണിറ്റ്സ്. റൈറ്റ്. അപ്പോൾ ഒരു ദിവസം എത്ര പ്രൊഡ്യൂസ് ചെയ്യാം?
480. 8 അവറാണെന്നുള്ള അസംഷനാണ്. 60 × 8 480. ക്ലിയർ. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. വർക്കർ എ 384 ആണ്, വർക്കർ ബി 450 ആണ്, വർക്കർ സി 552 ആണ്. വർക്കിംഗ് അവേഴ്സ് പെർ ഡേ 8 തന്നിട്ടുണ്ട്. 8 തന്നിട്ടുണ്ടെങ്കിൽ 8 വെച്ച് ചെയ്യണം. ചിലപ്പോൾ 9 തന്നിട്ടുണ്ടെങ്കിൽ 9 വെച്ച് ചെയ്യണം. ഇഫ് നത്തിങ് ഇസ് പ്രൊവൈഡഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, മേക്ക് ഷുവർ ദാറ്റ് ദ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ ഈസ് 8. റൈറ്റ്. അപ്പോൾ നോർമൽ റേറ്റ് പെർ അവർ 1.80 എന്ന് തന്നിട്ടുണ്ട്. ഒരു അവറിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റാണ്. ഒരു അവറിൽ നമ്മുടെ യൂണിറ്റ്സ് 60 അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് രണ്ടിനെയും. ഒരു മണിക്കൂർ നമ്മൾ കൊടുക്കുന്നത് 1.80 ആണ്. ഒരു മണിക്കൂർ നമ്മളുടെ യൂണിറ്റ്സ് 60 ആണ് വെച്ചാൽ ഒരു മണിക്കൂർ നമ്മൾ കൊടുക്കണ എത്ര പൈസയാണ് കൊടുക്കുന്നത് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ 3 പൈസയാണ് കൊടുക്കുന്നത്. യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് 0.03. നമുക്ക് 003 ആയിട്ട് എടുക്കാം. അങ്ങനെ 3 പൈസ എന്ന് പറഞ്ഞാൽ 3/100 ആണ്. റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ റുപ്പിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ അവസാനം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സോ കാൽക്കുലേറ്റ് ദ ലെവൽ ഓഫ് പെർഫോമൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പെർ ഡേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 480 ആണ്. വർക്കർ എയുടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 384 ആണ് അല്ലേ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ വർക്കറിൻ്റെ പെർഫോമൻസ് എത്രയെന്നുള്ളത് പെർസെൻറ്റേജ്, അതാണ് ഇതിലൊരു ഡിഫറൻസ് കാണാനുള്ളത്. അത് നമ്മൾ ഏത് ലെവൽ, എബവ് സ്റ്റാൻഡേർഡ് ബിലോ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. അപ്പോൾ വർക്കർ എയുടെ ലെവൽ ഓഫ് പെർഫോമൻസ് 384 യൂണിറ്റ്സ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് 480 ആണ്. 480 ഈസ് കൺസിഡേർഡ് ആസ് എ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. സോ ഹൗ മച്ച് യു പെർഫോംഡ് ടുഡേ? 384. 384 ഡിവൈഡഡ് ബൈ 480 × 100 ചെയ്താൽ നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് പെർഫോമൻസ് കിട്ടും. ദാറ്റ് മീൻസ് യു ആർ എബവ് ആവറേജ്, ബിലോ ആവറേജ്, അതോ ആവറേജ് ആണോ, ഇത് മൂന്നും കിട്ടും. അപ്പോൾ ആദ്യത്തെ നോക്കൂ. ആദ്യത്തെ വർക്കറിൻ്റെ പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹീ ഈസ് ലെസ് ദാൻ 80%. ദാറ്റ് മീൻസ് ലെസ് ദാൻ 80% എന്ന് പറഞ്ഞാൽ നോർമൽ പീസ് റേറ്റ് ആണ് കിട്ടുക. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ 83% ആണെങ്കിൽ നോർമൽ പീസ് റേറ്റ് ആണ്. ഇവിടെ നമുക്ക് 80% കിട്ടിയത് നോർമൽ പീസ് റേറ്റ് ആണ്. വർക്കർ ബിയുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 83 to 100 ഇടയിലാണ് കിടക്കുന്നത് പെർസെൻറ്റേജ്. ദാറ്റ് മീൻസ് വാട്ട്? That means he will be getting 110 of the actual piece rate. Actual piece rate in the 110 ആണ്. ഇനി വർക്കർ സിയുടെ പെർഫോമൻസ് നോക്കൂ. he is above 100. that indicates that 120% of the normal piece rate. അപ്പോൾ ആദ്യം മെറിക്കിൻ്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക ആദ്യം തന്നെ. ക്ലിയർ? ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. സ്ട്രെയിറ്റ് പീസ് റേറ്റിൽ രണ്ടിലും വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്കർ എനെ സംബന്ധിച്ചിടത്തോളം 384 യൂണിറ്റ്സ് ആണ്. 384 യൂണിറ്റ്സ് ഇൻറ്റു 3 പൈസ 0.003. യു വിൽ ബി ഗെറ്റിംഗ് 11.52. ഇനി മെറിറ്റ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിലും ഇയാളെ എങ്ങനെയാണ് ചെയ്യണത്? ലെസ് ദാൻ 83% ആണ്. ഇയാൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഹി ഹാസ് ടു ബി ഗിവൻ ദ സ്റ്റാൻഡേർഡ് പീസ് റേറ്റ്. ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ 384 ഇൻറ്റു 0.003. അപ്പോൾ രണ്ടിലും ഒരേ പീസ് റേറ്റാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്താലും മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്താലും ഒരു ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കുറവും കിട്ടുന്നില്ല. ഹി ഈസ് നോട്ട് പണിഷ്ഡ്. പണിഷ്മെൻറ്റ് അവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് ഒരേ റേറ്റാണ് കിട്ടുന്നത്. അപ്പോൾ നോർമൽ പീസ് റേറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് ബിക്കോസ് വർക്കർ എസ് ലെവൽ ഓഫ് പെർഫോമൻസ് ഇസ് 80 വിച്ച് ഇസ് ബിലോ 83. അപ്പോൾ മെറിക്കിൻ്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സ്ലാബ് മറന്നു പോകരുത്. ക്ലിയർ? ഇനി അടുത്ത ഏർണിങ്സ് ബി, വർക്കർ ബിയുടെ ഏർണിങ്സ് നോക്കൂ. വർക്കർ ബിക്ക് 450 ആണ്. 450 യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അയാൾ നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്? പീസ് റേറ്റിൻ്റെ 110% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം 450 ഇൻറ്റു 3/100 13 രൂപ 50 പൈസയാണ് അയാൾക്ക് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ കിട്ടുക. ഈ 3 പൈസയുടെ 110% നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം എത്രയെന്നുള്ളത്. അത് 3 പൈസയുടെ കൂടെ ആഡ് ചെയ്യണം. എന്നാലാണ് അയാൾക്ക് ഉള്ള കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ 450 ഇൻറ്റു നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 3.3 ആണ് കിട്ടിയത്. 450 ഇൻറ്റു
3.3 paise. 3.3 paise പറഞ്ഞാൽ 3.3 ഡിവൈഡഡ് ബൈ 100 യു വിൽ ബി ഗെറ്റിംഗ് 14.85. അപ്പോൾ കുറച്ചും കൂടി ഇടയിൽ കിടക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. ക്ലിയർ? ഇത് ഒരു ദിവസത്തെ വർക്കാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ ദിവസത്തെ കഴിയുമ്പോൾ വ്യത്യാസം വരും. See the note here. Worker B's level of performance is 93.75, which is between 83 and 100. So he is entitled to receive 110 of the normal piece rate. ഇപ്പോൾ സ്ട്രേറ്റ് പീസ് റേറ്റ് ആച്ചാൽ ഒരു വ്യത്യാസമില്ല. 110% ആണെങ്കിൽ വ്യത്യാസമുണ്ട്, കാൽക്കുലേഷനിൽ വ്യത്യാസമുണ്ട്. വർക്കർ സിയുടെ പെർഫോമൻസ് എത്രയാ? 552 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു, വിച്ച് ഇസ് എബവ് ദ സ്റ്റാൻഡേർഡ്. അപ്പോൾ 120% ഓഫ് ദ പീസ് റേറ്റ് ഹാസ് ടു ബി ഗിവൺ ഇഫ് യു ആർ ഫോളോയിങ് മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. സോ നോർമൽ പീസ് റേറ്റിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തു. സെയിം 550 into 3 പൈസെ, അയാൾക്ക് 16 രൂപ 56 പൈസയാണ് കിട്ടുന്നത്. മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ 3 രൂപയുടെ 120% കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ബിക്കെയിം 3.6. അപ്പോൾ 552 into 3.6 ഡിവൈഡ് ബൈ 100 19.87. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള പ്രോബ്ലമാണ്. വർക്കർ സിയുടെ ലെവൽ ഓഫ് പെർഫോമൻസ് 115% which is more than 100% of the standard output. So he is entitled to get 110 of the normal piece rate. 120 of the normal piece rate. 120 of 3 paise is 3.6 paise per unit. Is it clear this question? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കുക. അടുത്ത മെത്തേഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ.